വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മുസ്ലിം സമുദായം പ്രധാനമായും ആഘോഷിക്കുന്ന രണ്ട് ആഘോഷങ്ങളാണ് രണ്ട് പെരുന്നാളുകൾ. അതിലൊന്നാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്ന വലിയ പെരുന്നാൾ എന്ന് സാമാന്യവൽക്കരിക്കപ്പെട്ട പെരുന്നാൾ. എന്നാൽ ഈ പ്രാവശ്യത്തെ ബലിപെരുന്നാൾ ബലികർമ്മമില്ലാതെ ആഘോഷമില്ലാതെ തള്ളിക്കളഞ്ഞു ഇസ്ലാമിക രാജ്യമായ മൊറോക്കോ എന്നാണ് നമ്മുടെ ദേശീയ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മുസ്ലിം അല്ലാത്ത ജാമിദ പറയുന്നത്. നമുക്ക് ജാമിദയുടെ അതിസുന്ദരമായ വാദഗതി കാണുകയും കേൾക്കുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ അക്രമം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സമാധാനം എന്ന പേരുള്ള ഒരു മതത്തിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിന് സമാധാനം എന്ന പേര് വന്നത് എന്ന് ആള് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ആരോ ട്രോളിയിട്ട പേരാണ് ഇസ്ലാം എന്ന്. ട്രോളിയിട്ടതാണെന്ന് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ? ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തവും വസ്തുനിഷ്ഠവുമായി അറിയുന്ന ജാമിദ പറയുന്നു ലോകത്തിലെ ഏറ്റവും അക്രമകാരികളായ ജനത മുസ്ലിങ്ങളാണെന്ന്. എന്നിട്ട് ആ അക്രമകാരികളുടെ മതത്തിന്റെ പേര് ഇസ്ലാം അഥവാ സമാധാനം എന്നാണെന്ന്. എങ്ങനെയാണ് ആ മതത്തിന് ആ പേര് കിട്ടിയത് എന്ന ചോദ്യത്തിന് ആ മഹത് വ്യക്തി നൽകുന്ന ഉത്തരം, അക്രമകാരികളുടെ മതത്തിന് പണ്ടാരോ ട്രോളി നൽകിയതാണ് ആ പേര് എന്നാണ്. അഥവാ കളിയാക്കിയിട്ടതാണ് സമാധാനത്തിന്റെ മതം അഥവാ ഇസ്ലാം എന്നുള്ളത് എന്നാണ്. ജാമിദ മനസ്സിലാക്കേണ്ടത് ജാമിദയും ഇസ്ലാമിലെ തീവ്രവാദികളുടെ കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. നമുക്ക് ഇസ്ലാമിലെ തീവ്രവാദികളെ കൂടുതലായും കാണാനാവുന്നത് പാകിസ്ഥാൻ, സിറിയ, ഇറാഖ്, സുഡാൻ പോലുള്ള രാജ്യങ്ങളിലാണ്. സത്യത്തിൽ അവർ ആരെയാണ് കൊല്ലുന്നത്? അവർ കൊല്ലുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളെ തന്നെയാണ്. ജാമിദയുടെ കണക്ക് പ്രകാരം അവർ കൊല്ലേണ്ടത് മുസ്ലിങ്ങളെയല്ല, മറ്റ് മതസ്ഥരെയാണ്. ഇനി മറ്റൊന്ന്, ജാമിദ പൊതുവിടത്തിൽ ഏറ്റവും കൂടുതൽ തെറി പറയുന്നതും ആക്രമിക്കുന്നതും ആരെയാണ്? അത് മുസ്ലിങ്ങളെയാണ്. ജാമിദയുടെ ആശയത്തെ വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരാൾ ജാമിദയുടെ വീഡിയോ കാണുമ്പോൾ, ജാമിദ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ ആ വ്യക്തി ചോദിക്കും, ഇതൊരു മുസ്ലിം സ്ത്രീ തന്നെയാണ്. എന്താണ് ഈ മുസ്ലിം സ്ത്രീ തട്ടവും മറ്റുമൊക്കെ ഇട്ട് ഇത്രയും വൃത്തികേടുകൾ സംസാരിക്കുന്നത്? സത്യത്തിൽ താങ്കളുടെ വേഷവും തട്ടവും താങ്കൾ പറയുന്ന എല്ലാ വൃത്തികേടുകളും മുസ്ലിം സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കുന്നതിന് കാരണമാകും. അതേ തെറ്റു തന്നെയാണ് ഇസ്ലാമിലെ തീവ്രവാദികളായ മുസ്ലിം നാമധാരികളും ചെയ്യുന്നത്. വേഷം കൊണ്ടും രൂപം കൊണ്ടും മാത്രമാണ് അവർ മുസ്ലിങ്ങളാവുന്നത്, ജാമിദയെ പോലെ. ഇസ്ലാം മതം എന്നും സമാധാനത്തിന്റെ മതം തന്നെയാണ്. താങ്കളെ പോലെ വേഷം കൊണ്ട് തോന്നിപ്പിക്കുന്നവരാണ് ഇസ്ലാമിലെ കള്ളിമുള്ളുകൾ. അവരാണ് ഇസ്ലാമിനെ നശിപ്പിക്കുന്നത്. ഇവർ വന്ന് ഇപ്പൊ മൊറോക്ക രാജാവിനെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആക്കുവോ? ബലി പെരുന്നാളിന് മൃഗബലി നടത്തരുത്, അത് അന്ധവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാനസിക രോഗമാണ് എന്ന് പറയേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം അത്രയുമൊക്കെ സെൻസർ ചെയ്ത് പറഞ്ഞു. ബലി പെരുന്നാളിന് ബലി നടത്തരുതെന്നും അത് അന്ധവിശ്വാസമാണെന്നും മൊറോക്കോ രാജാവ് താങ്കളെ വീട്ടിലേക്ക് വിളിച്ച് സ്വകാര്യമായി പറഞ്ഞതാണ്. മറ്റാർക്കും കിട്ടാത്ത ഒരു വാർത്ത താങ്കൾക്ക് മാത്രം കിട്ടിയത് എങ്ങനെയാണ്? മൊറോക്കോ രാജാവ് താങ്കളുടെ കൊച്ചാപ്പന്റെ മകനാണ്. തന്റെ ഏക മകനെ ബലി നൽകണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നതായിട്ട് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു എന്നത് വെറും ഒരു കെട്ട് കഥയാണ് എന്നാണ് മൊറോക്കോ രാജാവ് പറഞ്ഞത്. വിശ്വസിക്കുമോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതെങ്ങനെ വിശ്വസിക്കും? കളവ് മാത്രം പറയുന്ന താങ്കളുടെ നാവിലെങ്ങനെ സത്യമുണ്ടാകും? താങ്കളോട് മാത്രമായി മൊറോക്കോ രാജാവ് പറഞ്ഞത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇനി അതല്ല, മൊറോക്കോ രാജാവ് അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് മുസ്ലിം ലോകം അതിനു പിന്നിൽ പോകേണ്ടതുണ്ട്. മൊറോക്കോ രാജാവല്ല ഇസ്ലാം എന്ന് ജാമിദ മനസ്സിലാക്കണം. സൗദിയിലെ MBS മുഹമ്മദ് ഇബ്നു സൽമാൻ മതത്തിൽ നിന്ന് പുറത്തോ അകത്തോ? നിങ്ങൾ അംഗീകരിക്കുവോ? ഇത് നല്ല കുത്തു. അതെന്തിന് താത്ത അകത്താക്കുന്നതും പുറത്താക്കുന്നതും ഞങ്ങൾ അംഗീകരിക്കേണ്ടത്. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും വരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവരും ഇപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായി മാറുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മളോട് മറ്റുള്ളവര് ഒരുപാട് നമ്മൾ തീവ്ര വിശ്വാസികളാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്.
അതുകൊണ്ട് ഇനിയും നമ്മൾ അത് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകണോ എന്നതാണ് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ താത്ത ഇസ്ലാം പഠിച്ചതിന് ശേഷമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഇസ്ലാം എന്താണെന്ന് പഠിച്ച ഒരാൾ ഇങ്ങനെ ഒരിക്കലും പറയില്ല. ഇസ്ലാം എന്നത് സൗദി അറേബ്യയോ സൽമാൻ രാജകുമാരനോ മൊറോക്കോ രാജാവോ ഒന്നും തന്നെയല്ല. ഇസ്ലാം എന്നാൽ ഖുർആനും നബിചര്യയുമാണ്. ഖുർആനെയും അള്ളാഹുവിനെയും നബിചര്യയെയും അംഗീകരിക്കുന്നവർ അവർ ഇസ്ലാം, അല്ലാത്തവർ ഇസ്ലാമിന് പുറത്ത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എല്ലാവരും ഇത് അംഗീകരിക്കണമെന്ന് ഇസ്ലാമിന് ഒരു നിർബന്ധവുമില്ല. പിന്നെ സൽമാൻ രാജാവും കുടുംബവും മുസ്ലിമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അവകാശം കിട്ടിയ സ്ഥിതിക്ക് താത്ത അടുത്ത വണ്ടിക്ക് അങ്ങോട്ട് കയറുന്നതാണ് നല്ലത്. ആ സമയത്താണ് മൊറോക്കോ രാജാവ് ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വേണ്ട കേട്ടോ, അവരുടെ മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ, നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ പേരിൽ ഒരു മൃഗത്തെ അറുത്ത് പാപം കഴുകിക്കളയാനോ മറ്റുള്ളവർ വിവരമുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുവാ പറയുന്നത്? അതുകൊണ്ട് മൃഗബലി വേണ്ടാന്ന് എത്ര പേര് ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും. അയ്യെന്ന് പലകുറി പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി താത്തക്ക് മറ്റൊന്നിനും മുട്ടു നിൽക്കുകയാണ്. പക്ഷെ അതല്ല. താത്ത ചെയ്ത പാപകര ഈ ലോകത്തുള്ള മുഴുവൻ മൃഗത്തെ അറുത്ത് ബലി നൽകിയാലും അത് മാഞ്ഞു പോയില്ല. പിന്നെ താത്ത ആളുകളെ പറഞ്ഞു വെട്ടിക്കാൻ വേണ്ടി പറയുന്നത് പോലെ മൃഗബലി നടത്തുന്നത് പാപക്കറിയോ മറ്റെന്തെങ്കിലും കറിയോ കഴുകിക്കളയുന്നതിന് വേണ്ടിയല്ല. അതൊരു അനുസ്മരണവും അതിന്റെ പ്രതിഫലം ദൈവപ്രീതിയുമാണ്. ഇബ്രാഹിമും ഒരു ഇസ്മായിലും എല്ലാ കാലഘട്ടത്തിലും ചർച്ചയ്ക്ക് വിധേയമാണ്. നമ്മൾ തന്നെ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും മില്ലത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകളാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ 7-14 സ്വർഗം തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ആകുമോ? ഇബ്രാഹിമിനോട് ആവശ്യപ്പെടുകയാണ് തന്റെ നിരപരാധിയായിട്ടുള്ള കുഞ്ഞു മകനെ കൊല്ലാൻ. ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? കാരുണ്യവാൻ. ചുമ്മാ ഒരിടത്ത് പോകുന്നല്ലേ, ഇരുന്നോട്ടെ. ആ കാരുണ്യവാനായ പടച്ചവൻ നീതിമാൻ, സ്നേഹസമ്പന്നൻ, ദയാലു. സൂപ്പർ. തീർച്ചയായിട്ടും ഇബ്രാഹിം എന്ന പിതാവ് അതിനെ എതിർക്കേണ്ടിയിരുന്നില്ലേ? നമ്മളാണെങ്കിൽ എതിർക്കില്ലേ? എനിക്കത് പറ്റില്ല എന്ന് പറയില്ലേ? തീർച്ചയായും നീയാണെങ്കിൽ എതിർക്കും. അതുകൊണ്ടാണല്ലോ നീ ഈ വേഷവും കെട്ടി ഈ കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇബ്രാഹിം നബി നശ്വരമായ ഈ ജീവിതത്തിനല്ല വില കൽപ്പിച്ചത്, അനശ്വരമായ പരലോക ജീവിതത്തിനാണ്. തനിക്ക് കുഞ്ഞുണ്ടായത് തന്റെ മാത്രം കഴിവുകൊണ്ടല്ലെന്നും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നും വിശ്വസിക്കുന്ന ഇബ്രാഹിമിന് ആ കുഞ്ഞിനെ ദൈവം തിരിച്ചു ചോദിച്ചാൽ അവിടെ സന്ദേഹമുണ്ടാവേണ്ട ഒരാവശ്യവുമില്ല, വൈമനസ്യമുണ്ടാവേണ്ട ഒരാവശ്യവുമില്ല. ഇബ്രാഹിം പ്രവാചകനാണ്. ദൈവം തന്റെ മകനെ തിരികെ ചോദിച്ചതിന് പിന്നിൽ അതിൻ്റെതായ ഒരു കാരണമുണ്ടാകുമെന്ന് ആ പ്രവാചകൻ അറിയാം. സ്വന്തം മകന്റെ ചോരയാണ് കാണാൻ ശ്രമിച്ചത്, ഇയാളുടെ കഴുത്താണ് കണ്ടിക്കുന്നതെങ്കിൽ ശരി, നമുക്ക് പറയാം അത് ത്യാഗമാണ്, കോപ്പാണ്, വാങ്ങാണെന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. മോനെ കൊല്ലാൻ ശ്രമിച്ചത് സ്വർഗത്തിന് വേണ്ടി. ഇത് സ്വാർത്ഥതയാ, ത്യാഗമല്ല. ഇബ്രാഹിം എതിർത്തില്ല. ഇബ്രാഹിമിന് സ്വർഗവും ഹൂറിപ്പെണ്ണുങ്ങളും ഒക്കെ മതിയായിരുന്നു. ഹൂറിപ്പെണ്ണുങ്ങളുടെ തുടുത്ത മാറിടങ്ങൾ സ്വപ്നം കണ്ട് കത്തി തേച്ചു. ഇബ്രാഹിം ദൈവത്തെ അനുസരിക്കാൻ, പടച്ചോനെ അനുസരിക്കാൻ തയ്യാറായി. കാരുണ്യവാനായ പടച്ചോനെ, സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ മാനസിക രോഗിയെ നിങ്ങൾക്ക് ത്യാഗത്തിന്റെ പ്രതീകമെന്ന് പറയാം. അദ്ദേഹം അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ചിലപ്പോൾ വിജയിച്ചേക്കാം. ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? കാരുണ്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത മതം ഇസ്ലാം. ദയാലു എന്ന് മാത്രമല്ല, ഒരു ഗുണവും ഒരു കൊണവും ഇല്ലാത്തൊരു പടച്ചോൻ. എല്ലാം അറിയുന്ന പടച്ചോൻ പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് പടച്ചോൻ നേരത്തെ അറിയില്ലേ? ഇതിനകത്ത് എന്ത് നന്മയാണുള്ളത്? ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്ന് ഇവര് പാപം കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുക. ജാമിദ, താൻ അങ്ങനെ വലിയ ബുദ്ധിമതിയുടെ ചോദ്യമാണ് ചോദിച്ചതെന്ന് കരുതണ്ട. താങ്കളുടെ ചോദ്യം ബുദ്ധിശൂന്യതയാണ്. ദൈവം കാരുണ്യവാനും കരുണാനിധിയും ദയാലുവും ഒക്കെ തന്നെയാണ്. ദൈവം ദയാലുവായതുകൊണ്ട് തന്നെയാണ് ആ പ്രായാധിക്യം വന്ന മനുഷ്യന് തന്റെ ജീവിത അവസാനത്തിൽ തന്റെ സായന്തന സമയത്ത് ഒരു കുഞ്ഞിനെ നൽകി. ഇനി കരുണാമയനാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ
ആയതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബിക്ക് തന്റെ ജീവിത സായാഹ്നത്തിൽ ലഭിച്ച മകനെ നഷ്ടം വരാതിരിക്കാൻ ഒരു ആടിനെ നൽകി അതിനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുന്നത്. പിന്നെ താങ്കളുടെ വിശ്വവിഖ്യാതമായ ഒരു ചോദ്യം, എല്ലാം അറിയാവുന്ന ദൈവം എന്തിനാണ് ഇബ്രാഹിമിന് ത്യാഗസന്നദ്ധ അറിയാൻ മകനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരം ചിന്താശേഷിയുള്ള ദീർഘവീക്ഷണമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിനറിയാം ഇബ്രാഹിം തന്റെ ആജ്ഞ നിറവേറ്റുമെന്നും അതിനുവേണ്ടി സ്വന്തം പ്രിയപുത്രനെ അറക്കാൻ വരെ ഇബ്രാഹിം തയ്യാറാകുന്നു. എന്നിട്ടും ദൈവം അത് കൽപ്പിച്ചത് ദൈവത്തിന്റെ ആ അചഞ്ചലമായ വിശ്വാസമുള്ള അർപ്പണബോധമുള്ള ഒരു അടിമ അവൻ എങ്ങനെയായിരിക്കണമെന്ന് ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പ്രവാചകന്മാരുടെ ദൗത്യവും ദൈവത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന് തന്നെയായിരുന്നു. ആ കർത്തവ്യമാണ് ദൈവം ഇബ്രാഹിമിലൂടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി എന്നത് ജനങ്ങൾക്ക് ഇബ്രാഹിമിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒപ്പം പിതാവിന്റെ ഇഷ്ടത്തിന് ആത്മസമർപ്പണം നടത്തുന്ന ഒരു പുത്രന്റെ കടമയും. ഇനി നമുക്ക് കിട്ടേണ്ട ഒരു ഉത്തരമുണ്ട്. സത്യത്തിൽ മൊറോക്കോ രാജാവ് മൃഗബലി നിരോധിച്ചോ, ബലിപെരുന്നാൾ നിരോധിച്ചോ എന്നുള്ളത് ജാമിദയുടെ നാവ് പറഞ്ഞത് സത്യമാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. പകരം ജാമിദയുടെ ഏറെക്കുറെ ചിന്താഗതിയുള്ള സമാന ചിന്താഗതിയുള്ള മറ്റൊരു മുസ്ലിം നാമധാരിയെ കൊണ്ട് നമുക്ക് പറയിക്കാം. അത് അടുത്ത വീഡിയോയിലാകട്ടെ. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടുകയും നിങ്ങൾ അത് കേൾക്കാതെ പോവുകയും ചെയ്യും.